ധർമ്മൻസ് അസ്ട്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളെ 8ആയി ഡിവൈഡ് ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുന്നു. എ ബി സി ഡി ഇ ഇത്രയും 1 2 3 4 5 എന്നെഴുതുക. 1-ൽ എ വന്ന സ്ഥിതിക്ക് അതിനടിയിലോട്ട് ക്യു വൈ എഴുതുക. 2-ൽ ബി വന്ന സ്ഥിതിക്ക് കെ ആർ എന്നിവ ഉൾപ്പെടുത്തുക. 3-ൽ സി വന്ന സ്ഥിതിക്ക് എൽ ജി എസ് എന്നിവ ഉൾപ്പെടുത്തുക. 4-ൽ ഡി വന്ന സ്ഥിതിക്ക് എം ടി എന്നിവ ഉൾപ്പെടുത്തുക. 5-ൽ ഇ വന്ന സ്ഥിതിക്ക് എൻ എച്ച് എക്സ് ഉൾപ്പെടുത്തുക. 6-ൽ യു വന്ന സ്ഥിതിക്ക് യു വി ഡബ്ല്യു ആറിൽ ഉൾപ്പെടുത്തുക. 7-ൽ ഒ ഇസഡ്, 8-ൽ എഫ് പി. ഇങ്ങനെയാണ് 26 അക്ഷരങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പേര് ഇനിഷ്യൽ എഴുതിയിട്ട് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള അക്ഷരങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് കൂട്ടി അത് ഒറ്റ സംഖ്യയാക്കി വരുമ്പോൾ 1 വന്നാൽ നാഥൻ സൂര്യനാണ്, 2 വന്നാൽ നാഥൻ ചന്ദ്രനാണ്, 3 വന്നാൽ ഗുരു, 4 വന്നാൽ രാഹുർ, 5 വന്നാൽ ബുധൻ, 6 വന്നാൽ ശുക്രൻ, 7 വന്നാൽ കേതു, 8 വന്നാൽ ശനി, 9 വന്നാൽ ചൊവ്വ. ഇത്തരത്തിലാണ് ന്യൂമറോളജി നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അതിനകത്ത് ഒരാൾക്ക് 1 വന്നാൽ അയാളുടെ നക്ഷത്രം മകം, പൂരം, ഉത്രത്തിക്കാല് വരുന്ന ചിങ്ങക്കൂറുകാരാണെങ്കിൽ, അല്ലെങ്കിൽ മേടക്കൂറുകാരാണെങ്കിൽ, അശ്വതി, ഭരണി, കാർത്തിക, കാല് മേടക്കൂറുകാരാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെ നല്ല ഉയർച്ച ഉണ്ടാകും. 2 വന്നാൽ അവർ പുണർദത്തിൽ കാല്, പൂയം, ആയില്യം അതായത് കർക്കിടകക്കൂറോ അതായത് ചന്ദ്രൻ നാഥനായിട്ടുള്ളതോ, അതുപോലെ ചന്ദ്രൻ ഉച്ചത്തിൽ വരുന്ന ഇടവക്കൂറുകാര് മകയിരത്തര, രോഹിണി, കാർത്തിക മുക്കാല് വരുന്ന ഇടവക്കൂറുകാരായിട്ട് വരുന്നതും അവർക്ക് വളരെ നല്ല ഫലങ്ങളെ കൊടുക്കും. അടുത്ത 3 വരുന്ന ഗുരുവിന്റെ നാഥൻ അതായത് ധനു, മീനൻ രാശിക്കാരോ കർക്കിടകക്കൂറുകാരോ ആയി വരുന്നത് വളരെ നല്ലതാണ്. 4 ആകട്ടെ രാഹുറാണ്. രാഹുറിന്റെ ഉച്ചം തുലാമും അതുപോലെ തന്നെ രാഹുക്കാർക്ക് കന്നി, മിഥുനം, ഇടവം, മീനം, ധനു രാശികൾ നക്ഷത്രക്കാരായിട്ട് വരുന്നതും നല്ലതാണ്. 5 ബുധനാണ്. ബുധന്റെ രാശികൾ കന്നിക്കൂറും മിഥുനക്കൂറുമാണ്. ബുധന്റെ ഉച്ചവും കന്നിക്കൂറായിട്ട് തന്നെ വരുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാൽ അവർക്ക് ജീവിതത്തിൽ വളരെ നല്ല ഉയർച്ച ഉണ്ടാകും. 6-ാം നമ്പർ വരുന്ന ശുക്രക്കാരാകട്ടെ തുലാക്കൂറുകാര്, ഇടവക്കൂറുകാര്, ശുക്രന്റെ ഉച്ചമായ മീനക്കൂറുകാര് ആയിട്ട് വരുന്ന നക്ഷത്രങ്ങൾ വരുന്നത് അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് സഹായകരമാവും. അതുപോലെ 7 വരുന്ന കേതു, കേതുക്കാർക്ക് മേടക്കൂറ് വരുന്ന അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർ വരുന്നത് നല്ലതാണ്. അടുത്ത വരുന്ന ശനി, 8-ന് വരുന്ന ശനി വരുന്നവർക്ക് 8 സംഖ്യയായിട്ട് വരുന്നവർക്ക് മകരം, കുംഭൻ രാശിക്കാർക്കും തുലാരാശിക്കാരിലും വരുന്ന നക്ഷത്രങ്ങൾ നല്ലതാണ്. 9 വരുന്നവർക്കാവട്ടെ മേടം, വൃശ്ചികം കൂറുകാർക്കും അതുപോലെ ചൊവ്വ ഉച്ചത്തിൽ വരുന്ന മകരക്കൂറുകാർക്കും വളരെ നല്ല ഗുണങ്ങൾ കൊടുക്കാൻ കഴിയും. ഇപ്പോ ന്യൂമറോളജി പ്രകാരം 1ാമത് നമ്പർ വന്നാൽ അവർക്ക് ആദിത്യനെ വെച്ചിട്ടുള്ള ഫലങ്ങളെ നമുക്ക് പറയാം. അതായത് താൻ പോരിമ, താൻ പ്രമാണിത്വം, ജീവിത വിജയം, നേതൃശേഷി, നേതൃപാടവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയും. 2 ചന്ദ്രനെ വന്നാൽ ചന്ദ്രനെ പോലെ തന്നെ പതുങ്ങിയ സ്വഭാവം, നിരാശ, ദുഃഖം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാവങ്ങൾ അവർക്കുണ്ടാകുമെന്ന് നമുക്ക് ഫലം പറയാൻ പറ്റും. 3-ന്റെ വ്യാഴം വന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധയും നേതൃപാഠവും അതുപോലെ തന്നെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉയർച്ചയും അവർക്ക് പറയാൻ കഴിയും. 4-ാമത് രാഹുർ നാഥനായിട്ട് വന്നാൽ കാരണമില്ലാതെ തന്നെ അന്യ ആൾക്കാർ സർപ്പത്തെ കണ്ടതുപോലെ ആ മനുഷ്യരെ കാണുമെന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ചെറിയൊരു തടസ്സം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയൂ. 5-ാമത് വന്ന ബുധൻ അവർ തന്ത്രശാലികരും എഴുത്തുകാരും പ്രാസംഗികരും സിനിമയിലും രാഷ്ട്രീയത്തിലും ഉദ്യോഗത്തിലുമെല്ലാം ഒരുപോലെ ശോഭിക്കുന്നവരുമായിരിക്കും. 6 വരുന്ന ശുക്രൻ വരുന്നവര് കലാകാരന്മാർ, ഒരൽപ്പം മദ്യപാനികൾ, ജീവിതം ആസ്വദിക്കുന്നവർ ഒക്കെ ആയിരിക്കും. 7 വരുന്ന കേതു നാഥനായിട്ടുള്ളവർ അവർക്ക് എല്ലാ കാര്യങ്ങളിലും സംശയവും മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കുകയും ഏത് കാര്യത്തിനും ആരംഭത്തിൽ ഒരു തടസ്സം ഉണ്ടാവുകയും ചെയ്യും. 8 വരുന്ന ശനിയാകട്ടെ വളരെ കാമൻ കൊയറ്റുകാരായിരിക്കും, പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്നവരായിരിക്കും, ജീവിതത്തിൽ രക്ഷപ്പെടും വളരെ സ്ലോയിൽ മാത്രം എന്ന് മാത്രം. 9 വരുന്ന ചൊവ്വ നാഥനായിട്ടുള്ള ആൾക്കാരാവട്ടെ വീരശൂര പരാക്രമികളും സേനാനായകരും പോലീസ്, ആർമി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും അകാല നിര വരുന്നവരും ഒക്കെ ആയിരിക്കുമെന്ന് കാണാൻ കഴിയും. ഇത്രയാണ് ന്യൂമറോളജിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ലക്കത്തിൽ
തുടരും. നന്ദി, നമസ്കാരം.